ഹായ് ഡിയർ വൺസ്, വെൽക്കം ടു ടോസ് അക്കാഡമി. HSA ഇംഗ്ലീഷിന്റെ സിലബസിലെ മൊഡ്യൂൾ നമ്പർ 3യുമായി ബന്ധപ്പെട്ട് വരുന്ന മോസ്റ്റ് എക്സ്പെക്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, HSA ഇംഗ്ലീഷിന്റെ മൊഡ്യൂൾ നമ്പർ 3 എന്ന് പറയുന്നത് പ്രോസും ഫിക്ഷന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ഇതൊരു സാധ്യത മാത്രമാണ്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതിനകത്ത് നിന്ന്. കാരണം നോർമലി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഈ എക്സ്പെക്ടേഷൻ നമ്മളൊന്ന് കണ്ടെത്തുന്നത്. സോ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് സെറ്റിംഗ് ആണ്. ഇപ്പം നമ്മൾ നോവലെ സംബന്ധിച്ച് ഇപ്പം ഏത് സെക്ഷനിൽ നോവൽ എടുത്താലും നോവലിലും പോയറ്റിലും ഒക്കെ ആണെങ്കിലും ആ പോയറ്റിന്റെ സെറ്റിങ്ങും നോവലിന്റെ സെറ്റിങ്ങും ഡ്രാമയാണെങ്കിലും അതിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ പ്രൈമറി സെറ്റിംഗ് ഓഫ് ദ നോവൽ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്? ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന നോവലിന്റെ പ്രൈമറി സെറ്റിംഗ് ഏതാണ്? അതിനകത്ത് ഡിഫറെന്റ് സെറ്റിംഗ്സ് കടന്നു പോകുന്നുണ്ട്. ഇപ്പം പക്ഷെ എന്നാൽ പ്രൈമറി സെറ്റിംഗ് ആയിട്ട് ആ നോവലിൽ വരുന്നത് കോട്ടയം അയമീനമാണ്. അതുപോലെ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്? ഇത് നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഏത് വർക്ക് എടുത്താലും ആ വർക്കിന്റെ ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ് നിങ്ങൾ ഉറപ്പായിട്ടും നോക്കണം. ഇറ്റ് റെപ്രസെന്റ് ദ ഫോക്കസ് ആൻഡ് ഓൺ ഓർഡിനറി ഓവർലുക്ഡ് ഇവന്റ്സ് ആൻഡ് ഇമോഷൻസ്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വി ആർ ഗിവിംഗ് മച്ച് ഇമ്പോർട്ടൻസ്. അതാണ് ആ ടൈറ്റിൽ സിംബലൈസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. What is the primary focus of Dr. Radhakrishnan's essays Humanities versus Science? ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഓഫ് മൊഡ്യൂൾ നമ്പർ 3-കകത്തും അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലൊക്കെ ഞാൻ സെയിം കാര്യം പറയുന്നുണ്ട്. നമുക്ക് ഈ എസ്സേസ് ഒക്കെ നമുക്കൊരു സിംഗിൾ സ്ട്രെച്ച് ഓഫ് റീഡിങ്ങിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് ആണ്. സോ നിങ്ങൾ ഉറപ്പായിട്ടും ആ എസ്സേസ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുകയും ചെയ്യും. What is the primary focus of Dr. Radhakrishnan's essays Humanities versus Science? അതിന്റെ primary focus എന്ന് പറയുന്നത് the comparison between humanities and science in the education and life. അതുപോലെ ഇതുപോലെ ചിലപ്പോൾ നമുക്ക് സെന്റൻസ് തന്നതിന് ശേഷം അതിൽ ചെറിയൊരു ബ്ലാങ്ക് സ്പേസ് ഫിൽ ചെയ്യാനായിരിക്കും. ഇത് നമ്മുടെ ഓഫ് സ്റ്റഡീസിലെ ഒരു സെന്റൻസ് ആണ്. സം ബുക്സ് ആർ ടു ബി ഡാഷ്. നമ്മൾ കൃത്യമായ ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സം ബുക്സ് ആർ ടു ബി tasted, swallowed and digested. Who is the protagonist of Bluest Eye? ഇത് നിങ്ങൾക്കറിയാം, ഡ്രാമയും ഫിക്ഷനും നോവൽസിനും ഒക്കെ ബേസിസ് നോക്കുകയാണെങ്കിൽ പ്രൊട്ടാഗണിസ്റ്റും ആന്റഗോണിസ്റ്റും ഫീമെയിൽ ക്യാരക്ടറും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആരാണ് ബ്ലൂവെസ്റ്റ് ഐയുടെ പ്രൊട്ടാഗണിസ്റ്റ്? പെക്കോല ബ്രെഡ്ലവ് ആണ് നമ്മുടെ ബ്ലൂവെസ്റ്റ് ഐയുടെ പ്രൊട്ടാഗണിസ്റ്റ്. അതുപോലെ എന്താണ് പെക്കോളയുടെ ഗ്രേറ്റസ്റ്റ് ഡിസയർ ആയിട്ട് ബ്ലൂവെസ്റ്റ് ഐയിൽ പറയുന്നത്? ടു ഹാവ് ബ്ലൂ ഐസ്. അതായത് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന പ്രൈമറി തീം ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസയർ എന്താണെന്ന്, അല്ലെങ്കിൽ പ്രൈമറി സെറ്റിംഗ്, പ്രൈമറി ഇമോഷൻസ്, പ്രൈമറി അങ്ങനത്തെ ഒരു വളരെ വായനയിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. നമുക്കിപ്പോൾ HSയുടെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ അതിന് നമുക്ക് സിമ്പിൾ, മീഡിയം, ഡിഫിക്കൽട്ട് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതൊക്കെ വളരെ സിമ്പിൾ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ സിമ്പിൾ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്നും നമുക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അടുത്തത്, വാട്ട് റോൾ ഡസ് ദ ചെയർമാൻ പ്ലേ ഇൻ ദ ട്രംപറ്റ് ക്ലബ്? ട്രംപറ്റ് ക്ലബ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ എസ്സേയിൽ ചെയർമാൻ്റെ റോൾ എന്താണ് പ്ലേ ചെയ്തത്? ഹി ആക്ട് ആസ് എ ഫെസിലിറ്റേറ്റർ ഓഫ് ഡിബേറ്റ്സ്. അപ്പം നിങ്ങൾ പഠിക്കുന്നത് പോയം ആയിക്കോട്ടെ, നോവൽ ആയിക്കോട്ടെ, എസ്സേസ് ആയിക്കോട്ടെ, ഫിക്ഷൻസ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിലകത്തെ ക്യാരക്ടേഴ്സിൻ്റെ റോള്, അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അവരെ യുണീക്ക് ആക്കുന്ന കാര്യം എന്താണ്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻസ്, അതെല്ലാം നിങ്ങൾ നോക്കണം. അപ്പോൾ ഇതിനകത്ത് ട്രംപറ്റ് ക്ലബിൽ ചെയർമാൻ എന്ന് പറയുന്ന ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത് ഹി ആക്ട് ആസ് എ ഫെസിലിറ്റേറ്റർ ഓഫ് ഡിബേറ്റ്സ് ആണ്. അടുത്തത്, ഹൂ ഡസ് ലിൻഡൻ ഹെഡ്ക്ലിഫ് മാരി? നമ്മൾ നോവൽസ് പഠിക്കുന്ന സമയത്ത് അതിനകത്ത് മേജർ ആയിട്ടുള്ള ഇവൻസും
അതിന്റെ ക്ലൈമാക്സ്, ബിഗിനിങ്സ് ഒക്കെ നമുക്ക് നോക്കണം. അപ്പോൾ ലിൻഡൻ ഹെത്ക്ലിഫ് ആരെയാണ് മാരേജ് ചെയ്യുന്നത്? കാതറിൻ ലിൻഡനെയാണ്. കാതറിൻ ലിൻഡൻ തന്നെയാണ് കാതി എന്നറിയപ്പെടുന്നത്. സോ ക്യാരക്ടർ ഫീച്ചേഴ്സ്, അതിന്റെ യുണീക്നെസ്, അവർ തമ്മിലുള്ള കണക്ഷൻസ്, ഫാമിലി ട്രീ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. അതുപോലെ വാട്ട് ലിറ്റററി ടെക്നിക് ഇസ് ഹെവിലി യൂസ്ഡ് ഇൻ ദ നറേറ്റീവ് സ്ട്രക്ചർ ഓഫ് വുതറിംഗ് ഹൈറ്റ്സ്? വുതറിംഗ് ഹൈറ്റ്സിൽ ഉപയോഗിച്ചിട്ടുള്ള ലിറ്റററി ടെക്നിക് ഏതാണ്? അത് ഈ ഒരു വർക്കിന്റെ ബേസിസിൽ മാത്രമല്ല, ഏതൊരു വർക്ക് എടുത്താലും നിങ്ങൾ ലിറ്റററി ടെക്നിക്സും അതിന്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈലും നോക്കണം. ഫ്ലാഷ് ബാക്സും മൾട്ടിപ്പിൾ നറേഷൻസുമാണ് വുതറിംഗ് ഹൈറ്റ്സിൽ ഉപയോഗിച്ചിട്ടുള്ള ലിറ്റററി ടെക്നിക്സ് എന്ന് പറയുന്നത്. സെയിം തന്നെ ക്വസ്റ്റൻ ആണ്. ഹൂസ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് റൂട്ട്സ് ആൻഡ് ഷാഡോസ്? ഇന്ദു ആണ്. ലാസ്റ്റ് ടൈം HSC ചോദിച്ച ക്വസ്റ്റ്യൻ ഇന്ദുവിന്റെ പ്രൊഫഷൻ എന്തായിരുന്നു എന്നാണ്. പ്രൊട്ടാഗണിസ്റ്റിന്റെ പ്രൊഫഷൻ, ആന്റഗോണിസ്റ്റിന്റെ പ്രൊഫഷൻ, അവര് ആ ഒരു വർക്കിൽ ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിലൂടെ, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ്റെ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ പറയുന്ന ആൻസേഴ്സ് ഒക്കെ മാർക്ക് ചെയ്യാനും നല്ലൊരു സ്കോർ കിട്ടാനും നിങ്ങളത് ഹെൽപ്പ് ചെയ്യും.